തക്കളി ഇവിടെ സ്പ്രേ ബോട്ടിൽ എവിടെയാടി? അതല്ലേ മെനയാന്ന് രാത്രി ഡാറ്റിക്ക് ദേഷ്യം വന്നപ്പെടുത്ത് വലിയ കളഞ്ഞ. തക്കളി മോളെ കൊറേ നേരമായി നീ കുഴച്ചോണ്ട് അവിടെ ഇരിക്കുന്നേ. വേഗം കഴിച്ചേ. വാഗ്ലിട്ട് അത് എടുത്തു വെച്ചേക്കണു. ഒരു സാധനം ഇവിടെ ഫോൺ ആരാ വിളിക്കണ നോക്കിയാ? ആരാടി? രാധ. രാധാന്ന്. രാധയായിരുന്നു. ഹലോ, ഗുഡ് മോർണിംഗ്. ഇല്ല, ഞാൻ റെഡിയായി ഇറങ്ങാൻ പോവാ. ഇറങ്ങിയോ? ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചില്ല? അതെയാ, അതാ നമുക്ക് ഒരുമിച്ച് കഴിക്കാം. പിന്നെ ഉച്ചയ്ക്ക് നമ്മളുടെ യാത്രയ്ക്ക് ടാക്സി ഞാൻ അറേഞ്ച് ചെയ്തിട്ടുണ്ട്. നമ്മൾ രണ്ടാളേ ഉള്ളൂ. വീട്ടിലൊന്ന് പറഞ്ഞേക്കണേ ലേറ്റ് ആവുമെന്ന്. ഇല്ലില്ല, ഞാൻ ഇറങ്ങി 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 ഇപ്പൊ എത്തും. ഓക്കെ. ഞാനല്ലേ പറയുന്നേ, പിന്നെ എനിക്കറിഞ്ഞൂടെ? ഞാൻ ശരിയാക്കാം. പിന്നെന്താ, ഞാൻ പറഞ്ഞ പ്രശ്നം കേൾക്കാര്. ക്ലീറ്റസ്, അതാണ് ക്ലീറ്റസിന്റെ പിടിപാട്. നമുക്കെല്ലാം ശരിയാക്കാന്നേ. നീ പോയി കിടന്നേ കൊച്ചേ. വന്നിട്ട് കിടക്കുള്ളൂ. ഡാഡി എപ്പ വരാൻ? എത്ര നേരമായി അമ്മ വിളിക്കുന്നു, ഫോൺ എടുക്കണ്ടേ? ഇപ്പൊ ദേ ഓഫ്. ചെല്ലി പോയി കിടക്ക്. ഇല്ല, എന്നാ വാമ്മ വരാം. വാമ്മ കഥ പറഞ്ഞു. എന്റെ മോൾ അവിടെ ഇരിക്കും. ഒന്ന് വിളിച്ചു പറയാലോ വീട്ടിലോട്ട്. ഞാൻ വൈകും. ഇത് വരട്ടെ, എന്തായാലും ഇന്ന് വരാതിരിക്കില്ലല്ലോ. ചാർജ് തീരൂന്നുള്ളത് അറിയാലോ. എങ്ങനെയാ? ഫോണിൽ നിന്ന് കണ്ണെടുത്താലല്ലേ ഉള്ളൂ. അവിടെ ഇരുന്ന് അവിടെ പൊളിക്കണ്ട, ഞാൻ വരിക. എന്താ പോന്നത്? മാറങ്ങോട്ട്. ഇപ്പൊ സമയം എന്താ ലീറ്റോ? നോക്കിയേ, സമയത്ത് നിനക്ക് കണ്ണു കണ്ടൂടെ? 12 മണി കഴിഞ്ഞു. എവിടെയായിരുന്നു ഇത്ര നേരം? നിങ്ങൾ ഈ ഫോണ് പാർട്ടിക്കാർ വിളിക്കുമ്പോ മാത്രം എടുക്കാനാണോ കൊണ്ടു നടക്കണേ? എന്റെ തങ്ക, ഞാൻ പാർട്ടി ഓഫീസിൽ തന്നെ ഒരുപാട് പ്രശ്നങ്ങൾ ഇടപെട്ട് തലവേദനയായിട്ട് ഇങ്ങോട്ട് വന്ന് അത്ര വലിയ പ്രശ്നമാണെങ്കിൽ പാർട്ടി പ്രവർത്തനത്തിന് പോകണ്ട. ഇങ്ങനെയാണെങ്കിൽ തീരുമാനിക്കണേ. കുറെ നാളായിട്ട് വീടും വേണ്ട, കുടുംബം വേണ്ട, ഭക്ഷണം വേണ്ട, ഒന്നും വേണ്ട, പാർട്ടി പാർട്ടി പാർട്ടി. അതെ, ഞാനൊരു പൊതുപ്രവർത്തകനാണ്. എനിക്ക് പാർട്ടി തന്നെയാണ് വലുത്. എന്നെ ഇത്ര ആക്കിയത് പാർട്ടിയാണ്. വേറെ പൊതുപ്രവർത്തകർക്കൊന്നും ഇത്ര തിരക്കില്ലല്ലോ. നീ വേറുള്ളവരെ കാര്യം അതെന്നെ എനിക്കറിയേണ്ട കാര്യമില്ല. ഞാൻ പാർട്ടിക്ക് വേണ്ടി തിരക്കാണ്. ചുമ്മായിരുന്നേ. ഓരോ കാര്യങ്ങൾക്ക് പോകുമ്പോ അതിന്റെ തിരക്കുണ്ടാവും. എവിടെ പോയത്? നിങ്ങൾ രാവിലെ ഇറങ്ങിപ്പോയത് എവിടെയായിരുന്നു ഇത്ര നേരം എന്നുള്ളത് എനിക്ക് അറിയണം. എടീ, പാർട്ടി പ്രസിഡന്റ്, സംസ്ഥാന പ്രസിഡന്റ് വന്നു. ഞങ്ങൾ അടിയന്തരമായ ഒരു മീറ്റിംഗ് ഉണ്ടായിരുന്നു. ഞാനൊരു രാധയും കൂടെ ആ മീറ്റിങ്ങിന് പോയി. ഞങ്ങൾ ഒരുമിച്ച് ഭക്ഷണം കഴിച്ചു. തിരിച്ചു വരുന്ന വഴിക്ക് രാധ പെട്ടെന്ന് ഛർദ്ദിച്ചു. പിന്നെ ഹോസ്പിറ്റലിൽ കയറി ഡോക്ടറെ കാണിച്ചു, ഒരു ട്രിപ്പ് കൊടുത്തു. കുറച്ച് സമയം അങ്ങനെ ആയിരുന്നു. രാധേനെ ശുശ്രൂഷിക്കാൻ പോയിരുന്നതാ. അവിടെ ആശുപത്രി കിടന്നെങ്കിൽ അവിടെ കിടന്നോളൂ. നിങ്ങൾക്ക് ഇങ്ങോട്ട് വന്നാൽ എന്താ കുഴപ്പം? ഞാനും കൊച്ചോടെ ഒറ്റയ്ക്കല്ലേ? അതെ, ഈ രാധ എന്ന് പറയുന്നത് പാർട്ടിക്ക് വേണ്ടി ജീവൻ കളഞ്ഞ് നിൽക്കുന്ന ഒരാളാ. ഞങ്ങളെ പാർട്ടിക്കാർ അങ്ങനെ ഉപേക്ഷിച്ചിട്ട് പോണ ആൾക്കാരല്ല ഞങ്ങൾ. ഞങ്ങൾ ആർക്ക് വേണ്ടിട്ടാ ജീവിക്കണേ? അല്ല, നിങ്ങൾക്ക് ഇപ്പൊ ഇവിടെ എന്താ പ്രശ്നം? നിങ്ങൾ ഇവിടെ ആരെങ്കിലും കട്ടോണ്ട് പോവോ? നിങ്ങൾ ഇവിടെ സുരക്ഷിതരാണല്ലോ. പിന്നെന്താണ്? ഞാനേ ഒരു പൊതുപ്രവർത്തകനാകുമ്പോ ഇത്തിരി വൈകും. ആദ്യമായിട്ടൊന്നും അല്ലല്ലോ, ഇതിനു മുമ്പ് ഞാൻ വൈകിട്ടുണ്ടല്ലോ. പിന്നെ ഇങ്ങനെയൊന്നും കാണിച്ചിട്ടില്ല. ഇപ്പൊ കുറെ നാളായിട്ടാ ക്ലീറ്റോനി മാറ്റം. തങ്കം, അതെ, നീ ആവശ്യമില്ലാതെ നീ എനിക്ക് തലവേദന ഉണ്ടാക്കല്ലേ. പോ. ഞാൻ പറയാം, എനിക്ക് പറയാനുള്ള പറയണം. എന്റെ ഭർത്താവാ നിങ്ങൾ, എനിക്ക് പറയാതിരിക്കാൻ പറ്റില്ല. ഞാൻ ഇനിയുള്ള ദിവസങ്ങളിൽ ഞാൻ ഇങ്ങനെ തന്നെ ആയിരിക്കും. മിക്കവാറും ഇതുപോലെ വൈകിയേ വരുള്ളൂ. എന്നാ പിന്നെ വരണ്ട ക്ലീറ്റോന്റെ തിരക്കെല്ലാം തീർത്തിട്ട് വന്നാ മതി. ഞാനിവിടെ വെറുതെ വീട്ടിൽ ഇരുന്നാ അത് കുറ്റം. ഇപ്പൊ ഞാനൊരു ആവശ്യമായിട്ട് ഇറങ്ങിയിട്ട് ഇത്തിരി വൈകിയപ്പോ അത് പ്രശ്നം. എന്താണ് നിന്റെ പ്രശ്നം സത്യത്തില്? ചുമ്മാ മോളെ, നിനക്ക് നീ കിടന്ന് ഉറങ്ങപ്പോ. വൈകും എന്നൊന്ന് വിളിച്ചു പറയാവോ നിങ്ങൾക്ക്? പറ്റില്ല. എന്താ പറ്റാത്തത്? ഒരു മീറ്റിംഗില് ഞങ്ങൾ ഇരിക്കുമ്പോ ഉടനെ ഫോൺ എടുത്തിട്ട് എനിക്ക് രാധനെ ശുശ്രൂഷിക്കാൻ പോകാൻ സമയം ഉണ്ടായല്ലോ. ചങ്കം കളിക്കരുത്. രാധയുടെ സാഹചര്യം അതായിരുന്നു, അതുകൊണ്ടാ. രാധയുടെ സാഹചര്യം മനസ്സിലാക്കാൻ നിങ്ങൾക്ക് കൂട്ടിരുന്നാ മതിയല്ലോ. നിങ്ങൾക്ക് നിങ്ങളുടെ ഭാര്യനെ മകളെ വിളിച്ചു പറയാൻ എന്താ പറ്റാത്തത്? ഞാൻ ഇനി ഇങ്ങനെ തന്നെ ആയിരിക്കും. എനിക്ക് പാർട്ടിയാണ് വലുത് കേട്ടോ. നിനക്ക് അതിൽ എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടെങ്കിൽ നിന്റെ സൗകര്യം പോലെ ചെയ്യും.
ആൾക്കാർ എന്റെ ഒരു കാര്യം പറയാൻ മനസ്സിലാക്കണം. ഞാനൊരു പൊതുപ്രവർത്തകനാണ്, എന്റെ കാര്യങ്ങൾ ഇങ്ങനെയൊക്കെയാണ്. അതിൽ ബുദ്ധിമുട്ടാണെങ്കിൽ നിന്റെ സൗകര്യം പോലെ ചെയ്യ്. പിന്നെ അല്ലാണ്ട് ക്ലീറ്റോ നോക്കിക്കോ, ക്ലീറ്റോന് ഞങ്ങളുടെ ആവശ്യം വരും. അപ്പൊ തങ്കം എന്ന് പറഞ്ഞ പുറകെ ഞാൻ വന്നോളാം. ഒരു രീതിയിൽ എന്തെങ്കിലും ഒരു കാര്യം മനസ്സമാനായിട്ട് ചെയ്യാൻ സമ്മതിക്കരുത്. ഞങ്ങൾ പുതിയ പുതിയ പദ്ധതികൾ പാർട്ടിയിൽ ആവിഷ്കരിച്ചോണ്ടിരിക്കുക. ഡാഡി കൂടി പറഞ്ഞിട്ട് ഡാഡി വന്ന് പറഞ്ഞു കേട്ടല്ലോ. പിന്നെ കൊച്ചിനോട് അങ്ങനെല്ലാം പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്ക്. കൊച്ചിനെ പറഞ്ഞ് മനസ്സിലാക്കണേ, കൊച്ചെല്ലാം കാണല്ലേ. കൊച്ചു എന്ത് കാണ് കൊച്ചു അതിന്റേതായ രീതിയിൽ ഭാര്യമാര് സംസാരിക്കണം. ഭർത്താവ് വീട്ടിൽ വന്ന് കയറുമ്പോ കൊല്ലാൻ നിൽക്കുകയാണ്. ഭർത്താക്കന്മാര് മര്യാദക്ക് പെരുമാറണം. ഞാനിത്തിരി വൈകുന്നതാണ് മര്യാദയോട്. വഴക്കുണ്ടാക്കല്ലേ, വളർത്തി പാഴാക്കുള്ളൂ. കർത്താവ് ഇങ്ങനെ പെണ്ണുങ്ങളുണ്ടായി എങ്ങനെ നമ്മളെപ്പോലുള്ളവരൊക്കെ മനസ്സമാനായിട്ട് പാർട്ടിക്ക് വേണ്ടി പ്രവർത്തിക്കും? ഒരു കാര്യവും നടക്കില്ല. കുറച്ച് ദിവസം ഇവിടെ നിന്ന് എങ്ങോട്ടെങ്കിലും മാറിയിരിക്കണതാണ് നല്ലത്. പാർട്ടി ഓഫീസിൽ കിടക്കുന്നതാണല്ലോ, അതാണ് നല്ലത്. പാർട്ടി ഓഫീസിൽ കിടക്കും. Alien versus Alien.